ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല തണുപ്പും അതേപോലെ നോക്കി കോടയിങ്ങനെ മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല, അത്രത്തോളം നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ മഞ്ഞ് പെയ്യുന്ന പോലെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ പൊടിയുന്നു. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രഭാതം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും രാവിലത്തെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴും ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. നോക്കി പുറകിലൊക്കെ ഫുള്ളൊരു പുകമയാട്ടോ, അത്രത്തോളം കേട്ടോ കോട ഇങ്ങനെ വന്ന് കവർ ചെയ്തിട്ടുള്ളത്. നല്ല ഇതിനെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ നീച്ച് വന്നപ്പോഴേ ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തണുത്ത് കുറച്ച് നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ഞാനിപ്പോൾ രാവിലെ റെഡിയായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അപ്പോൾ അത് വേറെ എങ്ങോട്ടല്ല കേട്ടോ. നമുക്കിന്ന് കുഞ്ഞു വാവൾക്ക്, അതായത് നമ്മുടെ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞു മക്കൾക്ക് പോളിയോ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു കുട്ടി കുറുമ്പി. അപ്പോൾ അവളെ ഞാൻ റെഡിയാക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെയും കൊണ്ട് നമ്മൾ ഇന്ന് പോളിയോ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് നോക്കിയത് അമ്മയെന്നൊക്കെ വിളിച്ചത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കാരണം ഞാൻ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇതാ പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കൂടില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് നേരം ഞാനിവിടെ വീഡിയോ എടുത്തിട്ട് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിമണി എന്തായാലും നേരെ പുറത്തേക്ക് വരും. പിന്നെ എന്താ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റാട്ടോ മെയിൻ. അതേപോലെ തന്നെ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോടയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി അംഗൻവാടിയിലേക്ക് പോകാം നമ്മുടെ ആവണിക്കുട്ടിക്ക് പോളിയോ കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ കണക്ക് പ്രകാരം ഇനി അങ്ങോട്ട് അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കായാലും ചെറിയ രീതിയിൽ ഇതാ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മഴ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കുറച്ച് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് നേരെ പോവാം കേട്ടോ. അപ്പോൾ അത് നോക്കി നമ്മുടെ നെലസ്റ്റോമിലൊക്കെ ആ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ കേട്ടോ, കുഞ്ഞ് കുഞ്ഞ് ചാറ്റൽ മഴ ഇങ്ങനെ വന്ന് കിടക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ ഗാർഡനിലേക്ക് ആയാലും ഒരുപാട് പൂക്കളൊന്നും ഇല്ല. അതായത് നല്ല രീതിയിൽ സൺലൈറ്റോട് കൂടി വിരിയുന്ന പൂക്കളൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാട്ടോ. അതൊക്കെ നമുക്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടിമണി ഇത് അവിടെ കിടന്ന് വിളിയോട് വീഡിയോ എടുപ്പോൾ ഞാൻ പോയി നോക്കട്ടെ അവൾ എന്താ പരിപാടി എന്ന്. ഞാൻ റെഡിയാക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ പുറത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആൾ ഭയങ്കര ബഹളമായിരുന്നുള്ളൂ. ഇന്ന് അമ്മയെന്നൊക്കെ വിളിച്ചപ്പോൾ എന്നെ കണ്ടത് നേരെ അവിടെ കിടന്നിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ടൈമിൽ അവൾ പുറത്തുനിന്ന് വരുന്നത് കണ്ടുന്നുണ്ടെങ്കിൽ ആൾ ആദ്യം പോയിട്ട് ബെഡിൽ കയറി ഒളിക്കിട്ടു. അപ്പോൾ അതൊക്കെ തലയിലിട്ട് ഉറങ്ങി പോലെ അഭിനയിച്ച് ഒറ്റ കിടത്തായിരിക്കട്ടെ. അപ്പോൾ അതുപോലത്തെ കുറച്ച് കുട്ടിക്കുറുമ്പുകളൊക്കെ കൂടി വരുന്നുണ്ട്. മുട്ടായി കഴിക്കാൻ പോവാ? എവിടുന്ന്? അങ്കവാടിയിൽ മുട്ടായി കൊടുക്കണ്ടോ? അമ്മയ്ക്ക് തരുമോ? അതെന്താ? സുന്ദരിയായിട്ടാണല്ലോ പോണത്. പോകാം നമുക്കെന്നാ അങ്കവാടിക്ക്. ടാറ്റു കൊടുക്കുക, എല്ലാവർക്കും ടാറ്റു കൊടുക്കും. നിങ്ങൾ മിഠായിയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറ. ഒരു ഉമ്മ കൊടുക്കും, ഒരു ഉമ്മ പറ. എവിടെ പോവാ? ശരി, ഓക്കെ, വാ. അങ്ങനെ ഞങ്ങൾ ബുക്കെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ട്, അപ്പോൾ ബുക്ക് വേണമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ. എന്തായാലും കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചു, കാരണം പോയിട്ട് തിരിച്ചു തരണ്ടല്ലോ എന്തായാലും. അതേപോലെ തന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചാണെങ്കിൽ കറക്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേന് ഏട്ടൻ എത്തിയിട്ട് എന്തായാലും ഇനി കണ്ണേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ബുക്ക് എടുക്കേണ്ടതാട്ടോ ആൾ പറയാം. ഈ ബുക്ക് എടുത്തിട്ടാണ് പോകണമെങ്കിൽ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാട്ടോ വാശി പിടിച്ചിട്ട് അവിടെ കൈയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു വിധത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബുക്ക് നമുക്ക് വണ്ടിയിൽ വയ്ക്കാം, ഉള്ളിലേക്ക് പോകുമ്പോൾ ബുക്ക് എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് ഒക്കെ എടുത്ത് വണ്ടി കയറ്റി, അല്ലാതെ എനിക്ക് എപ്പോൾ മൂഡ് മാറുന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോവുകയാണേ 8 മണിക്കാട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടൈം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷമാകത്തിന് പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ഗൈസ് നോക്കി നമ്മുടെ പോകുന്ന വഴി നോക്കി ഈ ഒരു ഭാഗത്ത് കാണുന്ന ഫുള്ള് നമ്മുടെ പറമ്പാണ്. അപ്പോൾ നോക്കി പറമ്പൊക്കെ ഫുള്ള് മഞ്ഞിൽ കുളിച്ച് നിൽക്കുവായിരുന്നു. കാരണം അവിടെ ഇപ്പോൾ എന്താണെന്ന് പോലും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്ത അത്രയും ഫുള്ളായിട്ട് നോക്കി മഞ്ഞിങ്ങനെ വന്ന് പൊതിഞ്ഞ് കിടക്കുവാണ്. അവിടെ കൂട്ടി തണുപ്പുണ്ട് സത്തെ കോടമഞ്ഞ്, കോടമഞ്ഞും അതേപോലെ തന്നെ കൂടെ നല്ല തണുത്ത കാറ്റും. പിന്നെ അവിടെ പോകുകയാണെങ്കിൽ നല്ലൊരു ഓഫ് റോഡാട്ടോ. നോക്കി ഇനി ഇവിടെ പൊളിയാനായിട്ട് ബാലൻസ് ഒന്നും ഇല്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതും തന്നെ അടുത്ത 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞിളകി വരും. ആ ഒരു കണ്ടീഷനിലായിട്ടാണ് അപ്പോൾ നമ്മൾ വഴിയൊക്കെ കിടക്കുന്നത്. തണുപ്പൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ലാന്ന് പറഞ്ഞാൽ നോക്കി നമ്മുടെ ആവണിക്കൂടി രാവിലെ എണീച്ച് കുളിച്ച് നല്ല ശുങ്കരി മണിയായിട്ടോ അംഗൻവാടിക്ക് പോണെന്ന്. പിന്നെ അംഗൻവാടി ഇരുത്തട്ടെ അമ്മ. അപ്പൊ ബാഗ് എടുത്തില്ലല്ലോ. ഒരു ഉമ്മ കൊടുക്കുക, എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കുക. തരില്ല, ഉമ്മ തരില്ല ഞങ്ങൾ കേട്ടോ പറയുന്നത്. നാളെ തരാം, നാളെ തരുള്ളൂ. അപ്പോൾ ആവണിക്കൂടി എടുത്ത് ഞാനിപ്പോഴേ അംഗൻവാടിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആവണിക്കൂടി പറയണമെങ്കിൽ ഇതാ പോയിട്ട് ബാഗ് എടുത്ത് വരാൻ റെഡി. ഇപ്പം ഞാൻ എന്തായാലും പോയില്ല എന്ന് ആൾക്ക് ഉറപ്പാണല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. ഞങ്ങൾ സുന്ദരി മണി കുട്ടി കുറുമ്പി മടിയൊന്നും ഇല്ലാത്ത കുട്ടിയാലേ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ നോക്കി അറിയാൻ വേണ്ടി പറ്റും. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ തുള്ളി ഉണ്ട് കേട്ടോ.
നമുക്ക് ഈ ഏരിയയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ടല്ലേ. അതേപോലെ റോഡിന്റെ സൈഡിൽ കൂടെ ആയാലും ഒത്തിരി മരത്തിന്റെ കമ്പുകളൊക്കെ ഇങ്ങനെ പൊട്ടി കിടക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ മഴയും കാറ്റൊക്കെ വന്ന ടൈമിൽ നിലം പതിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് റോഡിലേക്ക് ഇങ്ങനെ ആ ലൈൻ കമ്പിയുടെ പൊക്കത്തിൽ കൂടെയൊക്കെ ആയതുകൊണ്ട് കിടക്കുന്നത്. അപ്പോഴൊക്കെ നമുക്കിപ്പോൾ വഴിയൊക്കെ ബ്ലോക്ക് ആവാത്ത രീതിയിൽ നമ്മളിപ്പോൾ വെട്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കാറ്റും മഴയൊക്കെ വരുന്ന ടൈമിൽ പല പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ മരങ്ങൾ വീഴാറുണ്ട്. കാരണം മരങ്ങൾക്ക് ഇവിടെ വലിയ ക്ഷാമമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറ്റും വീഴുകയും പിന്നെ എപ്പോഴേക്ക് വീഴാന്ന് പോലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് കുറേ മരങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞടക്കുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അംഗൻവാടിയുടെ അവിടെ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കി അവൾക്കൂടെ ഫ്രണ്ട് ഇതാ പോളിയൊക്കെ എടുക്കാൻ നേരത്തെ പോയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെ കൊണ്ട് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വഴി കുറച്ച് ബ്ലോക്കാണെങ്കിൽ നമ്മൾ അതൊക്കെ കടന്നത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കയറി വരുന്ന എൻട്രൻസ് തന്നെ നോക്കി പൾസ് പോളിയോയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാനറൊക്കെ ആട്ടോ അവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് നേരെ ഉള്ളിലേക്ക് പോകാം. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിക്കുറുമ്പ് ഇതാ ഓടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പലരും അതായത് ഓരോരുത്തർ അവനവൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോയപ്പോഴാണെങ്കിൽ ഒരു ചേച്ചി ഇതാ കുട്ടീനെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഹലോ, എല്ലാവരും വൈകുന്നേരം യൂട്യൂബിൽ കാണാതെ കയറിക്കാണ് കുട്ടി. അവള് മിഠായി കഴിക്കാൻ പോകാന്നാ വീട്ടിൽ നിന്ന് പറയണ്ടായിരുന്നേ. പോളിയോ അല്ലേ? പോളിയോ പോളിയോ മരുന്ന് കുടിക്കുക അല്ലേ? കൊടുത്തോ കൊച്ചിലെ? കുറച്ച് മുന്നോട്ടിരുന്നേ. മണിക്കുട്ടി പോളി എടുത്തു. മണിക്കുട്ടി പോളി എടുത്തു എന്ന് പറ. വോട്ട് ചെയ്തോ? മണിക്കുട്ടി വോട്ട് ചെയ്തു. എല്ലാരും കൊണ്ട് കാണിക്കണം കേട്ടോ. ഞാൻ പോളിയോ കുടിച്ചു എന്ന് എല്ലാരോടും പറയണം കേട്ടോ. ആര് ചോദിച്ചാലും അത് കാണിക്കാം. മണി നോക്കട്ടെ വോട്ട് ചെയ്തത്. അടിപൊളി. കണ്ടോ ഇതെന്തിനാ? കുഞ്ഞ് പോളിയോ മരുന്ന് കഴിച്ചു എന്ന് പറയാം അല്ലേ? ടീച്ചർ ഒരു ഹായ് കൊടുത്തേ. ഹായ്. അങ്ങനെ അവിടെ ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കണ്ടേ. വാവി ഇവിടേക്ക് ഇവിടേക്ക് ഒരു ഹായ് പറ. ഹായ് പറ. ഹായ് കൊടുക്ക്. ഹായ്. മണിക്കുട്ടി ഇവിടെ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടിമണിക്ക് ഇതാ പോളിയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും എല്ലാ രക്ഷിതാക്കളും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് അവനവൻ്റെ പോളിംഗ് ബൂത്തുകളിൽ പോയിട്ട് ഇതുപോലെ പോളിയോ എടുക്കണം കേട്ടോ. കാരണം ആ ഒരു 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കേട്ടോ. കാരണം കുറച്ച് പേർക്കെങ്കിലും തെറ്റായ ധാരണ ഇതുവഴി എന്തെങ്കിലുമൊക്കെ അലർജിയോ ഡിസീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം അത് അത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാട്ടോ ഈ ഒരു പോളിയോ തുള്ളിമരുന്ന്. അത് നമ്മുടെ ആവണിക്കൂടി തുള്ളിമരുന്നൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എന്നെ ചതിച്ചു കേട്ടോ. കാരണം പറഞ്ഞില്ല, അമ്മ പുറകെ കയറിക്കുന്നുണ്ട്. എന്നെ നൈസായിട്ട് ആൾ പുറകെ കയറ്റിയിട്ട് ആൾ കയറിയത് ഫ്രണ്ടിൽ ഡോറൊക്കെ അടച്ചു കേട്ടോ. അപ്പോൾ അത് സേഫായിട്ട് തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പോകാട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല കോട തന്നെയാണ് കേട്ടോ. കോടയും തണുപ്പൊന്നും ഇപ്പോഴും ഒരു കുറവില്ല കേട്ടോ. എന്തായാലും അവനിക്കൂടി ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ടും ഞാൻ പുറകിൽ ഇരിക്കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് അയ്യോ അംഗൻവാടിയിൽ വിട്ടില്ലാതെ തൊട്ട് കാര്യമാണ്. അപ്പം അംഗൻവാടിയിൽ പോവാത്താണോ അവനിക്കുട്ടിയുടെ പ്രശ്നം? അമ്മ ഇനി തിങ്കളാഴ്ച തൊട്ട് വിടാട്ടോ. ഇപ്പൊ പോണെന്നോ? എന്നാ ശരി, എന്നിട്ട് വണ്ടി ഇരിക്കും, നമുക്ക് അവിടെ കൊണ്ടാക്കിയിട്ട് വന്നാലോ? ആക്കട്ടെ, അമ്മ പോവും. പക്ഷേ കുഴപ്പമില്ലാന്നൊക്കെ കേട്ടോ പറയുന്നത്. ഇപ്പൊ എന്താന്ന് അറിയില്ല. ഇപ്പൊ അംഗൻവാടിയിൽ ഇരിക്കണം എന്നോട്ടോ അവിടെ ഇരിക്കുന്നത്. ആവണിക്കുട്ടി ഇത് സൺഡേ ആണ്. സൺഡേ ഈസ് എ ഹോളിഡേ. സൺഡേ അല്ലേ, അതാണ് ആൾ ഇത്ര വാശി പിടിക്കുന്നത്. പോണെന്ന് കേട്ടോ. ഇപ്പൊ എന്തായാലും അംഗൻവാടി ഇല്ലാന്ന് നമുക്ക് അറിയാം. നമുക്കിനി തിങ്കളാഴ്ച പോവാം. മൺഡേ പോവാം. മൺഡേ ഇപ്പൊ പോണെന്ന് പറഞ്ഞിട്ട് ഒരേ ഇതിലിരിക്കും കേട്ടോ. എന്താ അവണിക്കുട്ടി പറയണേ? അവണിക്ക് ഇപ്പൊ അംഗൻവാടി പോണെന്നോ? ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് സൺഡേ അല്ലേ? പിന്നെ ഇന്ന് മൺഡേ ആണോ? നമുക്കിത് തിങ്കളാഴ്ച പോവാം. സ്വത്തൊന്നും അംഗൻവാടി ഇല്ല. അയ്യോ, തിങ്കളാഴ്ച വിട്ടിട്ട് ടീച്ചർ കൂടെ അവിടെ ഇരുന്നോ കേട്ടോ. ടീച്ചറുണ്ട് അവിടെ, ആന്റി ഉണ്ട്. ഇന്നൊരു വാവേനെ കണ്ടോ? കണ്ടില്ല. സ്കൂളിൽ എടുക്കാൻ വന്ന വാവ. വീടെത്തി ഇറങ്ങുവാ. ഇറങ്ങണില്ല. ചെരുപ്പൊക്കെ ഇട്. എവിടെ ആണിക്കുട്ടി? കയ്യിൽ ക്യൂടെക്സ് ഇട്ട് തന്നോ? വോട്ട് ചെയ്തതാ? അല്ല, വോട്ട് ചെയ്തതാന്ന്. ഇപ്പോഴേ വോട്ട് ചെയ്യാൻ തുടങ്ങി. ആർക്ക് വോട്ട് ചെയ്തേ? അതൊന്ന് കേക്കട്ടെ. അവിടെ ഇനി ആർക്ക് വോട്ട് ചെയ്തേ?
അവൾ ആൻറ്റിക്ക് അത്ര വോട്ട് ചെയ്ത്. അവൾ അംഗൻവാടിയുടെ ആൻറ്റിക്കാട്ടോ വോട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ആൻറ്റി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് ഇത് അവനെക്കുട്ടി ഒരു വോട്ട് തന്നിട്ടുണ്ട്. ഇറങ്ങാം നമുക്ക്, വാ. അവന് കാലും മാറി, ഇതാ വേറെ ആർക്കും വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ അവനിക്കുട്ടിയുടെ താത്ത വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് നേരം താത്തയോടൊക്കെ കളിച്ചത് അതോടെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് രാവിലെ നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അതൊക്കെ കാണാം. അപ്പം പിന്നെ എത്രത്തോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്ന അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. മാക്സിമം ഞാൻ എന്തായാലും എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നോക്കി നമ്മുടെ അവനിക്കുട്ടി എന്തായാലും കാവടി തുള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തിനുള്ള പരിപാടിയാണോ എന്തോ, മിക്കവാറും അവിടെ പോയി വീഴാനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ടും അതേപോലെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരുപാട് നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അവിടെ പെട്ടെന്ന് തന്നെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു പോളിയോ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ശേഷി അവരുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് മാക്സിമം എന്തായാലും ഇന്നത്തെ ദിവസം പോളിയോ എടുക്കാൻ വേണ്ടി പോകണം. കാരണം അത് അവരുടെ ഒരു അവകാശം തന്നെയാണ് ഈ 2 തുള്ളി പോളിയോ തുള്ളിമരുന്ന്. അങ്ങനെ ദിവസം നമ്മൾ അംഗൻവാടി നമ്മുടെ അവനെക്കുട്ടിക്ക് പോളിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ കഴിക്കാതെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവനെക്കുട്ടി രാവിലെ ചായ കുടിച്ചു. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ കഴിച്ചില്ല കേട്ടോ, നമ്മൾ നേരത്തെ പോയത് രാവിലെ കൊണ്ട് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ പുട്ട് കൊടുത്തിട്ടുണ്ട്. പുട്ടിന് നാളത്തെ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആട്ടോ, ഒരു വെറൈറ്റി പിടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ വയസ്സുണ്ട്. അപ്പോൾ മാങ്ങയുടെ ചക്കയുടെ ഒക്കെ ഒരു സീസൺ ഉള്ളത് ഞങ്ങളിതാ ഇന്ന് പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് മാങ്ങയാണ്, നല്ല പഴുത്ത മാങ്ങയാണ്. ജസ്റ്റ് ഇങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ നോക്കി തോലൊക്കെ ഇങ്ങനെ അത്രയും പെട്ടെന്നാട്ടോ വരുന്നത്. ഇതേപോലെ നല്ല ടേസ്റ്റ് കൂടി കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അറിയാത്തൊരു ഭക്ഷണം കഴിച്ചതിന് കണ്ടപ്പോൾ ഈ ബഹളം. ഇത് ഇതിനുള്ളിൽ മിക്സ് ചെയ്ത് കഴിക്കും. മിക്സ് ചെയ്യും തോലി ചെത്തിയിട്ട് തരാമ്മ. ഞങ്ങൾ പുട്ട് കഴിക്കുവാന്ന് പറ. എല്ലാരും മാമു കഴിച്ചോ? എന്താ കഴിച്ചേ? വോട്ട് ചെയ്തു. അമ്മ വാരിത്തരട്ടെ? മുടിഞ്ഞു കുട്ടിയാ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളൂ. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും എന്നെ കഴിക്കാൻ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ നോക്കി നോക്കട്ടെ. ആ പ്ലേറ്റിലേക്ക് അടുപ്പിക്കുന്നില്ല. അത് 2 പേർക്കും ഒരുമിച്ച് കഴിക്കാനൊക്കെ അവിടെ അടുക്കളയിൽ നിന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആളെ ഒറ്റയ്ക്കാട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പം അമ്മയും ശ്രദ്ധിച്ചില്ലേ, വരുന്ന വഴിക്ക് തന്നെ ഫ്രണ്ടിൽ നിന്ന് നേരെ പുറകിലേക്ക് ആക്കുകയും ചെയ്തു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഭക്ഷണവും തരുന്നില്ല. അതുകൂടി അപ്പാക്കും തരുന്നില്ല എനിക്കിപ്പോൾ. ഞാൻ വേറെ പാത്രത്തിലെടുത്തോ. അപ്പം ഞാനിനി കഴിക്കട്ടെ. അതുപോലെ നല്ല തണുപ്പിൻ്റെ എടുക്കും. ചെറുതായിട്ട് മഴ ഇപ്പോൾ നമ്മളായി തുടക്കത്തിലുള്ള അതേപോലെ തന്നെ മഴ പൊടിക്കൊണ്ടിരിക്കുന്നത് നല്ല കോടിൻ്റെ എടുപ്പിലായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പ് കിടക്കുന്നത്. തണുത്ത കാറ്റ് മൊത്തത്തിൽ ഒരു തണുത്തൊരു അന്തരീക്ഷം ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്യണം. നമ്മുടെ ചോറായിട്ട് ഒരു തോരനൊക്കെ ആയിട്ട് പക്ഷേ നമുക്ക് കറി വയ്ക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ തന്നെ എല്ലാം കാണാട്ടോ. മാക്സിമം എടുക്കാൻ പറ്റുന്നത് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഇതാ പുട്ടും മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ കാണിച്ചു തരും കേട്ടോ. മിക്സ് ചെയ്യ്. ഒരു കഷ്ണം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊക്കത്തും പുട്ട് വെച്ചത് അടിയിലും പുട്ടാണേ. മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ആൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. മതി ഇനി പൊടിഞ്ഞു പോവും. മിടിക്ക് കുട്ടി. അപ്പോൾ ഞങ്ങൾ TV-യിൽ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പഴയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ സിനിമയൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ ആവണിക്കുട്ടി. അപ്പം അപ്പു കഴിക്കണേ. എനിക്ക് നല്ല പഴുത്ത മാങ്ങ കേട്ടോ. ഇതാണോ പറയാൻ പറഞ്ഞിട്ട്? ഞങ്ങൾ അപ്പാപ്പ് കഴിച്ചിട്ട് കാണാന്ന് പറ. ഇപ്പൊ വരാം, കുറച്ച് പണിയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സെക്കൻഡ് ട്രിപ്പ് ഫുഡ് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴച്ചാറ്റിലൊക്കെ ആയിട്ട് അത് നനഞ്ഞ് കുളിച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരുപാട് അങ്ങനെ ദൂരേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ചെറിയ ഇതിൽ മഴയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കുറച്ചൊന്ന് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കാണ്ട് അതൊക്കെ നമുക്ക് വഴി വെക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊന്ന് അടിച്ചിടാം കേട്ടോ. രാവിലെ ഒന്ന് അടിച്ചിട്ടതാണെങ്കിൽ പോലും നമ്മുടെ കുട്ടിമണി ഇതാ ഒതുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും വലിച്ച് നിരത്തിയും കേട്ടോ. ആളുടെ കളിപ്പാട്ടം തന്നെ ഉണ്ടാവും. നമുക്ക് അടിക്കാൻ വരുമ്പോൾ ആദ്യം അത് വെറുക്കിയാൽ നമുക്കൊന്ന് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും അടിച്ച് പറയട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് തുടയ്ക്കണം. പിന്നെ ഈ ഒരു ചൂല് ഞാൻ എടുത്തപ്പോഴത്തേനും ആൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു വിധത്തിലാണ് ഞാനിപ്പോൾ തിരിച്ച് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടപ്പൊക്കെ എടുത്ത് തന്നാലും ഓടി വന്നിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിയെടുക്കും കേട്ടോ. അപ്പോൾ എന്നാലും ഇപ്പോൾ ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങി ഇതാ അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നതല്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് ഇരുത്തിയതാണേ. മാംഗോ അവൾ മാംഗോ കഴിക്കുവാണ്. പുളിയുണ്ടോ? നല്ല പുളിയാ? ഇഷ്ടമായോ മാംഗോ? നോക്കട്ടെ മാംഗോ എത്ര വലുപ്പമുണ്ട് നോക്കട്ടെ. മാങ്ങ പേരാണോ മാംഗോ? മാങ്ങ പേര് മാംഗോ. എവിടേക്കാ പോണേ നീ?
വലിയ മാങ്ങയാണല്ലോ ആവണിക്കുട്ടിയുടെ കയ്യിലുള്ളത്. മാങ്ങ കഴിച്ചോ? ടാറ്റ. ടാറ്റ പോട്ടെ. ശരി, ടാറ്റ പോകണല്ലോ. അങ്ങനെ എന്തായാലും അവൾ അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു ടൈം നോക്കി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെടിയുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ, ചെടിയുടെ ഉള്ളിൽ നമുക്ക് കുറച്ച് മുട്ട ഇടിയിട്ടുണ്ട്. അപ്പോൾ ചെടിയുടെ ഉള്ളിൽ എങ്ങനെയാണ് മുട്ട വന്നില്ല, അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. സംഭവം വേറെ കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിവിടെ തൊട്ടടുത്തുള്ള പട്ടികളുടെ കുറച്ച് ശല്യം ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെ വൈകുന്നേരമാണ് നമ്മൾ കൂട്ടിൽ വിടാറ്. അതായത് ഫുൾ ടൈം കൂട്ടിലിട്ടിട്ടുള്ള ഒരു സിസ്റ്റം അല്ല കേട്ടോ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഭയങ്കര ശല്യമായപ്പോൾ നമ്മളൊന്ന് പുറത്ത് വിടാതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേജ് സിസ്റ്റത്തിൽ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മളങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പട്ടികളൊക്കെ വന്ന് ഓടിച്ചതിന് ശേഷം ഇപ്പോൾ അവർ ആദ്യം ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് മുട്ടയിടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പുറകെ നടന്നപ്പോഴാട്ടോ ആ ഒരു മുട്ടയിടുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അവിടെ കുറച്ചുകൂടി മുട്ട ഇരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒരാൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇതിലിപ്പോൾ 2 കളർ മുട്ടയുണ്ടല്ലോ. അപ്പോൾ അത് വേറെ കേട്ടോ. ഒന്ന് നാടൻ കോഴിയുടെയും അതേപോലെ തന്നെ ഒരെണ്ണം ഗിരിരാജൻ കോഴിയുടെ മുട്ടയുടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 വെറൈറ്റി ആണ് ഇപ്പോൾ ഉള്ളത്. ആ നാടൻ കോഴിയുടെ മുട്ട സൈസ് കുറച്ച് കുറവായിരിക്കും. അതേപോലെ തന്നെ കളറിലും ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിരിക്കും കേട്ടോ ആ ഒരു യോക്കിന്. അപ്പോൾ നോക്കി, ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ കേട്ടോ മുട്ടയിടുന്നത്. അതുകൊണ്ട് ഇതാ ബാക്കിയുള്ളവർ മുട്ടയിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നു കേട്ടോ 1-2 പേരിങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പതുക്കെ പോവാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ മുട്ടയിടാതെ ചിലപ്പോൾ പോയി കളയിടും. അപ്പോൾ എന്നാലും മുട്ടയിടട്ടെ സാവധാനത്തിൽ. പിന്നെ അത് രാവിലത്തേനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ആ രാവിലത്തെ ഒരു കോടയായിരുന്നല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോട പൂർണ്ണമായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. വലിയ വെയിലൊന്നും വന്നിട്ടില്ല. എന്നാൽ കൂടി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വരാനുള്ളൊരു ചാൻസ് കാണും കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു പുക പോലെ ഒരു പോകുന്ന സംഭവങ്ങൾ അത് ശരിക്കും പുക തന്നെയാണ് കേട്ടോ, കോടയൊന്നും അല്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ വിറകടുപ്പ് വെച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ പകരം നമ്മുടെ പുകയിൽ കൂടെ പോകുന്ന പുകയാണേ. നല്ല കോടയൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും നമുക്ക് കോടയായിട്ട് തോന്നിട്ടു. കാരണം അത്രത്തോളം കോടയായിരിക്കും ചില ടൈമിലൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ. എന്തിനും രാവിലെ പോയി നമുക്ക് അത്രയും നല്ല അടിപൊളി കോടയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നമ്മൾ എടുത്തിട്ടുള്ള മുട്ട നമുക്കിത് കറി വയ്ക്കണം. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് നമ്മൾ നമ്മുടെ കോഴിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മളിന്ന് വയ്ക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ പകരം ഞാനിതാ സവോളയും അതുപോലെ തന്നെ തക്കാളിയും സംഭവങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ കുറച്ച് സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചെറിയ അരി നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ പച്ചമുളകും അതേപോലെ തന്നെ സവോളയും കൂടി വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പച്ചമുളകും നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഒരു 15 നന്നായിരുന്നു വഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഒരു ചവച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഞാൻ സെപ്പറേറ്റ് മൂടിയതിന് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെയാട്ടോ ചേർക്കാറുള്ളത്. അപ്പോൾ നല്ലൊരു കളറും അത് നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മുടെ കറി വെച്ച് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ആ തീയൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ കനലൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിൽ കുറച്ച് നിർത്തിയിരുന്ന മുഖത്തൊക്കെ കുറച്ച് കരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ വന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ലക്കി ബാമ്പും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മണി പ്ലാന്റിലുള്ള കുറച്ച് ഉണങ്ങിയതും അതേപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വിടണം. അതേപോലെ തന്നെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ ഇത് മൊത്തം ഞാൻ ഈ ഒരു ഏരിയയിലൂടെ അങ്ങനെ പടർത്തണം എന്നാട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുതിയ തളിർപ്പൊക്കെ പൊട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കരിഞ്ഞത് ഉണങ്ങിയതായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് നീക്കി കളയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മെയിൻ്റനൻസ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ അങ്ങ് വളർന്നോളൂ. പിന്നെ വെക്കുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് സൺലൈറ്റും കൂടി കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല കോടയും തണുപ്പൊക്കെ ആകുമ്പോൾ സൺലൈറ്റിൻ്റെ കാര്യമൊക്കെ കുറച്ച് പ്രശ്നം തന്നെയാണോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ബൊട്ടിലുകളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലക്കി ബാമ്പുമാണ്. അപ്പോൾ ലക്കി ബാമ്പുവിൻ്റെ 3 കളർ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കാരണം ഇത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. നോക്കി അടിയിലേക്കൊക്കെ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു നാര് വേരുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കി നമ്മുടെ ആവണിക്കുട്ടി അമ്മ എന്താ മണിയെന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു മണി പ്ലാന്റും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു മണി പ്ലാന്റ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഒക്കെ കുറച്ചിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ആവണിക്കുട്ടിക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇല്ലാതെ സംശയങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓരോന്നൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്തിനാ അവിടെ വെച്ച് ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ബോട്ടിലായാലും അതുപോലെ എന്തെങ്കിലും ബോട്ടിലോ നേരിട്ട് മണ്ണിലൊക്കെ ആയാലും അതിങ്ങനെ ഓരോ ഇലകളൊക്കെ വന്ന് അതിലിങ്ങനെ ഓരോ ഗ്രോത്ത് ഒക്കെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെയൊക്കെ വെക്കാൻ വേണ്ടി ഒത്തിരി ഇഷ്ടം തന്നെയാണ്. പിന്നെ നമ്മുടെ ആണിക്കുട്ടിയാണെങ്കിൽ ഇത്ര നേരം ടി വിയിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാർട്ടൂണൊക്കെ കണ്ടതിന് ശേഷം ആൾക്ക് പൂക്കളുടെ ചിത്രങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനത് കുറച്ച് പൂക്കളുടെ ചിത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ അതെല്ലാം അങ്ങനെ ഇട്ട് അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് പണിയും കൂടുമ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഇനി ലാസ്റ്റ് കാണാം.
അങ്ങനെ ഇതാ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അതേപോലെ ഞാൻ നിൽക്കുന്നതിൻ്റെ 2 സൈഡായത് ഇടത്തും വലത്തുമായിട്ടാണ് നമ്മൾ നമ്മുടെ ശംഖുപുഷ്പം ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശംഖുപുഷ്പത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ അന്തരീക്ഷം ചെറിയ രീതിയിലൊന്നും തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര നേരത്തേക്കാണെന്നൊന്നും അറിയില്ല, കാരണം തവള കരയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കിളികളും അതുപോലെ തന്നെ ചീവീടായാലും നല്ല ബഹളാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.